ജ്ഞാനസ്വരൂപനാകുന്ന ദൈവം കഴിഞ്ഞ 10 ദിവസങ്ങളിൽ നമ്മളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചുകൊണ്ടാണ് ജന്മനക്ഷത്ര മഹോത്സവം നടത്തിത്തന്നത്. നമ്മൾ എല്ലാ കർമ്മ പരിപാടികളും നടക്കുമ്പോൾ കൃത്യമായി നമ്മൾക്കൊരു അനുഷ്ഠാനമുണ്ട്, ഒരു നിയമമുണ്ട്. നമ്മൾ അപേക്ഷിക്കുക, സങ്കല്പിക്കുക, അനുഭവിക്കുക, നന്ദിപ്പെടുക. ഇത് നമ്മുടെ നിയമമാണ്. ആ വിധത്തിൽ ഈ അനുഭവിച്ച ഈ പൂരം ജന്മനക്ഷത്രത്തെ എങ്ങനെയാണ് നമ്മൾ വർണ്ണിക്കുന്നത്? ഏത് നാവുകൊണ്ട്, ഏത് വാക്കുകൊണ്ട്, ഏത് വിധത്തിൽ വർണ്ണിക്കും? ഒരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിലാണ് ഓരോ ഹൃദയങ്ങളും ഇരിക്കുന്നത്. കാരണം ഓരോ നിമിഷവും ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് അങ്ങനെ നിറഞ്ഞു പൊങ്ങി വന്നാണ് പൂരം നക്ഷത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഓരോ തവണയും നമ്മൾ ഓരോ കർമ്മങ്ങളും നടക്കുമ്പോൾ കഴിഞ്ഞതിനേക്കാൾ ഉപരിയായി നടന്നു എന്ന് പറയും, എപ്പോഴും പറയാറുണ്ട്. അതൊരു പറച്ചിലായിട്ടാണോ അതോ കൃത്യമായോ നിങ്ങൾക്ക് അനുഭവമായോ? ഈ പ്രാവശ്യം നടന്ന പൂരം ജന്മനക്ഷത്രം കഴിഞ്ഞ വർഷത്തേനേക്കാൾ ഉപരിയായ ആനന്ദത്തെ ദാനം ചെയ്തു എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈയുയർത്തി. 1000 1000 പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ. നടത്തുന്ന കർമ്മങ്ങളെല്ലാം അങ്ങനെയാണ്, എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും അതിന് താഴ്ചയില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഒരിക്കലും താഴ്ചയില്ല. ദൈവത്തെ കൂടെ നിലനിർത്തിക്കൊണ്ട് ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ജീവിത വഴിയാണ് ഈശ്വരൻ നമുക്ക് തുറന്നു തന്ന് ഈ വിധത്തിൽ ഓരോന്നും പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനം വന്നുദിച്ചു നിന്റെ പാപമൊഴിച്ചിടുവാൻ.
നാമസങ്കീർത്തനമായി ഈ ലോകത്തിൽ ഉദയമായ ദൈവത്തിന്റെ ജന്മനക്ഷത്രമാണ് നമ്മൾ ആഘോഷിച്ചത്. ദൈവം ദൈവം എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ നേരിൽ കാണുവാനും ദൈവ ശബ്ദം കേൾക്കുവാനും ദൈവ നിയമം പാലിക്കുവാനും ദൈവനാമം ദൈവം ദാനം ചെയ്ത് സ്തുതിക്കുവാനും പരമഭാഗ്യം ലഭിച്ചവരാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ. ഇത് ഉത്തമ ബോധ്യമായ ഒരു ആത്മാവിൽ രൂപപ്പെട്ടാൽ അവൻ അല്ലെങ്കിൽ അവൾ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയായി മാറുകയാണ്. ആ ഉന്നതനാകുന്ന ദൈവത്തിന്റെ വാഴ്ചയാണ് ഞാൻ കാണുന്നത് എന്ന ബോധ്യം ആത്മാവിൽ ഉണ്ടാകണം. അത് ബാഹ്യമായ കുറെ അനുഭവങ്ങൾ ഉണ്ടായാൽ അത് ഉണ്ടാവുകയില്ല. അറിയിക്കുന്ന അറിവിനെ സ്വീകരിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ആ അനുഭവം ഉണ്ടാവുകയുള്ളൂ. ബാഹ്യാനുഭവങ്ങളിലൂടെ ഒരിക്കലും ഈശ്വരനെ സ്വാധീനമാക്കാൻ പറ്റുകയില്ല. അത് ഒരിക്കൽ കൂടിയിരുന്നാൽ ഒരിക്കൽ കുറഞ്ഞിരിക്കും. ഒരിക്കൽ ലഭിച്ചാൽ മറ്റൊരിക്കൽ ലഭിക്കാതിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെ അളക്കാൻ പറ്റുകയില്ല, ദൈവത്തെ കാണാൻ പറ്റുകയില്ല. പിന്നെ എങ്ങനെയാണ് കാണുന്നത്? അന്തരംഗത്തിലെ ബന്ധുവായി വാഴുന്ന ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊള്ളുക. അന്തരംഗത്തിലെ ബന്ധുവായി വാഴുന്ന ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊള്ളുക. ജ്ഞാനം ഗ്രഹിച്ചുള്ളിൽ
ഒരു പരിപൂർണ രൂപമാണ് ഒരു മനുഷ്യരീരം. ഈ ലോകത്തിന്റെ ഒരു പരിപൂർണ രൂപമാണ് ഒരു മനുഷ്യരൂപം. ഈ ലോകത്തിൽ ജ്ഞാനം കൊണ്ടുണ്ടായ ഈ ലോകത്തിൽ ജ്ഞാനമാണ് കർമ്മം ചെയ്യേണ്ടത്. അപ്പൊ ഈ ശരീരത്തിൽ വാഴുന്ന ഓരോ ആത്മാവും അവനവനെ തിരിച്ചറിയാതെ ജ്ഞാനകർമ്മം ചെയ്യാൻ കഴിയുകയില്ല. ശരീരം ജ്ഞാനം കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും അതിൻ്റെതായ വ്യവസ്ഥ അനുസരിച്ചാണ് അത് നിലകൊള്ളുന്നത്. ഈ സൃഷ്ടിലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായതൊക്കെയാണ് ശരീരത്തിൽ ഈശ്വരൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതിനെ വേണ്ട വഴിക്ക് നയിച്ചു കൊണ്ടുപോകണമെങ്കിൽ അറിവ് ആത്മാവിലുണ്ടാകണം. ആ അറിവ് ആത്മാവായി നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ജ്ഞാനം വഴിയുള്ള കർമ്മം നടക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ ജ്ഞാനത്താൽ ഉണ്ടായ ഈ ലോകത്തിൽ ജ്ഞാനം കർമ്മിക്കുമ്പോൾ എവിടെയാണ് ലയിക്കുന്നത്? ജ്ഞാനത്തിൽ തന്നെ ലയിക്കുകയാണ്. അതെവിടെയാണ്? യഥാർത്ഥ ജ്ഞാനം പരമാത്മരൂപമാണ്. പരമാത്മാവിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആത്മാവ് ഈ കർമ്മലോകത്തോട് ബന്ധപ്പെട്ട് കളങ്കമായി പോയി എന്ന് കണ്ടുകൊണ്ട് ദൈവമവതാരമായി വന്ന് ജ്ഞാനം ഉപദേശിച്ച് കളങ്കങ്ങൾ നീക്കി ആത്മാവിനെ പരമാത്മരൂപത്തിലേക്ക് ചേർക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. പക്ഷേ അത് വേണ്ടതുപോലെ ചിന്തിച്ച് ആത്മാവിൽ ഉറപ്പിക്കണം, എങ്കിൽ മാത്രമേ അത് അനുഭവമായി വരികയുള്ളൂ. അല്ലെങ്കിൽ ദൈവമാണെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും ബോധ്യപ്പെടുകയില്ല. അതെങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ ദൈവമാകും എന്നേ ചിന്തിക്കുകയുള്ളൂ. ഓരോ കർമ്മങ്ങളും ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ദൈവമാണെന്ന് എങ്ങനെ ചിന്തിക്കും, എങ്ങനെ മനസ്സിലാക്കും? സാധാരണ മനുഷ്യനേക്കാൾ താഴേക്ക് ഇറങ്ങി നിന്ന് ദൈവം കർമ്മിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ദൈവം ദൈവമല്ലാതാവുന്നില്ല. ആ ദൈവമാണ് പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ഈ പ്രകൃതിയെ പോലും തുണയാക്കി നിർത്തിക്കൊണ്ട് ഈ ജന്മനക്ഷത്ര മഹോത്സവം നടത്തി തന്നത്. എങ്ങനെ നന്ദി പറഞ്ഞിടും ഞാൻ, എങ്ങനെ അങ്ങേ വർണ്ണിച്ചിടും ഞാൻ. നടത്തി തന്ന ഈ കർമ്മങ്ങൾക്കൊക്കെ എത്ര മനുഷ്യർ ഒത്തുചേർന്നു എന്ന് പറഞ്ഞാലും നന്ദി പൂർണ്ണമാകുമോ? ഒരിക്കലും പൂർണ്ണമാവുകയില്ല. ഇനി മണിക്കൂറുകളോളം ഇനി ഓരോരുത്തരും എഴുന്നേറ്റ് നന്ദി പറയുകയാണെന്നിരിക്കട്ടെ, അപ്പോഴും മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ആ കാര്യം പറഞ്ഞില്ല, ഈ കാര്യം പറഞ്ഞില്ല, ഇന്നതുപോലെ നടന്നു പറഞ്ഞില്ല എന്ന് ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോരുത്തരും നടന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? ഓരോ കർമ്മങ്ങളിൽ ഉൾക്കർമ്മിയായി നിന്ന് പ്രവർത്തിച്ചതും പ്രവർത്തിപ്പിച്ചതും ദൈവമായതുകൊണ്ട്. അത് പരിപൂർണാനന്ദത്തിലേക്കാണ് എത്തിക്കുന്നത്. ആ ആനന്ദം അനുഭവിക്കുന്നവർ എത്ര പേർ നിന്ന് നന്ദി പറഞ്ഞാലും, എത്ര സമയമെടുത്ത് നന്ദി പറഞ്ഞാലും വീണ്ടും ഹൃദയത്തിൽ ആ ആവേശം അങ്ങനെ തിരതല്ലുകയാണ്. പറഞ്ഞ് തീർക്കാൻ പറ്റാത്തവണ്ണമുള്ള നന്ദി ഓരോ ഹൃദയത്തിലും നിറയുകയാണ്. അതെന്താണ് കാരണം? ദൈവമാണ് ആത്മബോധോദയ സംഘം നടത്തുന്നത്. ദൈവമാണ് പൂരഞ്ജന്മ നക്ഷത്രം നടത്തിയത്. നമുക്ക് ഒത്തൊരുമിച്ചു ആരാധ്യനെ ആരാധിക്കാം.
നന്ദി നമ്മൾ നിരന്തരമായി അർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോഴാണ് ഇത് പൂർണ്ണമായി നമ്മൾ സ്ഥിരപ്പെടുന്നത്. പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല, ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ സാക്ഷി പറഞ്ഞ ജയന്ത് പറഞ്ഞത് കഴിഞ്ഞ വർഷം പൂരത്തിന് അനുഭവിച്ച കാര്യം കൂടിയാണ്. കഴിഞ്ഞ വർഷം അനുഭവിച്ച ആനന്ദം ഈ വർഷവും വേണം എന്ന ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് തിരക്കിനിടയിൽ വന്നത്. അപ്പൊ ഈ ഒരു വർഷക്കാലം ഇത് മറക്കാതെ സൂക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആത്മാവിനത് അറിഞ്ഞു സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അറിഞ്ഞറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് ആരാധന ആത്മാവിൽ ആനന്ദമായി കാണാനിടയാകുന്നത്. ഒരിക്കലും അത് ബാഹ്യത്തോട് ബന്ധപ്പെടുത്തി ഈശ്വരനെ അളക്കാൻ പാടില്ല. പൂരം നക്ഷത്രത്തിന് വന്നു, അപ്പോ എനിക്ക് കൈയൊന്ന് മുറിയാനിടയായി, മുറിയാൻ ഇടയായി. കറിക്ക് അരിഞ്ഞോണ്ട് ഇപ്പൊ എന്റെ കൈ ഒന്ന് മുറിഞ്ഞു. ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ട്, എന്റെ കൈ മുറിയുമായിരുന്നു. അങ്ങനെ ചിന്തിച്ച് ഗുരുവിനെ അളക്കരുത്. നിനക്ക് വരാനിരുന്ന വലിയ ദോഷത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ചെറിയ ദുഃഖം തരുന്നത്. കാരണം കരുണയും കരുതലുമായിട്ടാണ് ശുഭാനന്ദ ദിവ്യരൂപം ലോകത്തിൽ പ്രത്യക്ഷമായി വാഴുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ഉടയവനാം ജഗദീശ്വരന്റെ തിരിച്ചറിയണമെങ്കിൽ അറിവാത്മാവായി തീരണം. അറിയിക്കുന്ന അറിവുകളെ ആദരസമന്വിതം സ്വീകരിച്ച് ജീവിക്കുന്ന ആത്മാവിൽ അറിവായ ആത്മരൂപത്തെ കാണാൻ കഴിയും. അങ്ങനെയാണെന്ന ആത്മാവിൽ മാത്രമേ ആത്മനാഥനെ അറിഞ്ഞ് ആരാധിക്കുവാനുള്ള അറിവുണ്ടാകുന്നുള്ളൂ. അങ്ങനെ അറിഞ്ഞ് ആരാധിക്കുന്നവരിൽ മാത്രമേ ആനന്ദസ്വരൂപനാകുന്ന ദൈവം തുള്ളിക്കളിക്കുകയുള്ളൂ. അങ്ങനെ തുള്ളിക്കളിക്കുന്ന ആത്മാവിലാണ് എപ്പോഴും ആനന്ദം അനുഭവമാകുന്നത്. അവർക്കൊരിക്കലും ഇഹലോക ദുഃഖങ്ങൾ ബാധിക്കുകയില്ല. ആ ജന്മജന്മാന്തരമായുള്ള ദോഷങ്ങൾ ഓരോന്നും ഒഴിഞ്ഞു പോകുന്നു. സകല ശാപദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. രോഗശാന്തി, ഭൂതശാന്തി, പാപശാന്തി, അത് നിത്യശാന്തിയായ ശുഭാനന്ദ ശാന്തിയായ ആത്മാവിൽ അനുഭവമാകുന്നു. അങ്ങനെ ആത്മാവ് തുള്ളിക്കളിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പരലോകത്തിലാണ് അവർ അധിവാസം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, പരലോകം തേടിയിടേണ്ട, പരലോകം ഇവിടെ തന്നെ. പരലോകമാത്മാവിൽ തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെ പരമാത്മാവാകുന്ന പരമഗുരു അറിയിക്കുന്ന പരമാർത്ഥത്തെ പരന്മാരിൽ തെളിയിക്കപ്പെടുമ്പോൾ പരലോകം ആത്മാവിൽ തെളിയിക്കപ്പെടുകയാണ്. പരലോകം തെളിഞ്ഞു കഴിഞ്ഞാൽ പരമാനന്ദം അവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ട്? പരമാത്മാവിന്റെ അധിവാസ സ്ഥലമാണ് പരലോകം.
142 ഒരു ജന്മം ആ ഉന്നതനാകുന്ന ദൈവം നേരിട്ട് നിന്ന് പ്രവർത്തിച്ചു. എന്റെ സന്താനങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തു. അവരിലേക്ക് ഞാൻ എഴുന്നള്ളി നിന്നു. അവരിൽ കൂടി ഓരോ കർമ്മങ്ങൾ നടത്തി. അങ്ങനെ പൂരം നക്ഷത്രം പുണ്യദിനമായി ഭവിച്ചു. അങ്ങനെ ഭക്തരിൽ തുള്ളിക്കളി ഇവിടെ ആരാധനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നവർ 10 ദിവസമായിട്ട് ഇവിടെ ഉള്ളവരുണ്ട്, 1 മാസമായിട്ടുള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് പെട്ടെന്ന് കയറി ഒന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേഗം സമർപ്പിക്കണമെന്ന് വിചാരിച്ചാണ് കടന്നു വന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അവരങ്ങ് തിരികെ പോകും. അവർ ഈ അനുഭവിച്ച അനുഭവം ഒന്ന് വർണ്ണിച്ച് തിരുമുമ്പാകെ ഉണർത്തിക്കുക എന്നുള്ളത് ഒരു ധർമ്മമാണല്ലോ എന്ന് കരുതി അതാണ് അവരെ തന്നെ കൂടുതൽ വിളിച്ചത്. പിന്നെ പ്രത്യേകമായി ഇന്നലെ കാഷായം കൊടുത്ത് 2 സ്വാമിമാരെ വിളിച്ചു. ഇത് ഈ വിധത്തിലായപ്പോൾ ഇപ്പോൾ സമയം ഇത്രയായി. എന്നാലും നിങ്ങൾക്ക് മുഷിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളിൽ ആനന്ദം വർദ്ധിക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓരോ സാക്ഷീകരണത്തിലൂടെയും നിങ്ങളുടെ ഹൃദയം വികസിക്കുകയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അത് നിങ്ങളിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ, ആനന്ദം വർദ്ധിതമാകുമാറാകട്ടെ, ആനന്ദരൂപം തുള്ളിക്കളിക്കുമാറാകട്ടെ. എന്റെ സന്താനങ്ങൾ ലോകത്തിന്റെ ഏത് കോണുകളിൽ പോയി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും ആനന്ദത്തോടുകൂടി നിന്ന് കർമ്മിക്കുന്നവരായി തീരണം. കരഞ്ഞും നിലവിളിച്ചുമല്ല എന്റെ സന്താനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ധീരരായി നിന്നുകൊണ്ട് ആനന്ദ കർമ്മങ്ങൾ ചെയ്ത് ആനന്ദം അനുഭവിക്കുകയും ആനന്ദം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഉത്തമന്മാരായി തീരുവാൻ സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാം ഞാനിത് ആകർഷിക്കുകയാണ്. ഉന്നതനാകുന്ന ദൈവം നടത്തിയ കർമ്മങ്ങൾക്കെല്ലാം നമുക്ക് കോടാനുകോടി നന്ദിയോടെ സ്തുതിക്കാം. ഇനിയും നടക്കാനുള്ള കർമ്മങ്ങൾ ഉന്നതമാകണമേ എന്ന് അപേക്ഷിക്കാം. താരാസ്തുതി മഹായജ്ഞം അടുത്ത് തന്നെ വരികയാണ്. അതുപോലെ ശാഖാശ്രമ വാർഷികങ്ങൾ പലതും നടക്കാനുണ്ട്. ആലപ്പുഴയിലെ വാർഷികം ഉടനെ തന്നെ വരികയാണ്. അതുപോലെ നമ്മുടെ സമാധി ദിനാചരണം മെയ് മാസം 17-ാം തീയതി. 2 തിരുവുടലുകൾ നമ്മളെ വിട്ടുപോയ ദിനമാണ്. അതും ഭക്തിനിർഭരമായ നിലയിൽ വ്രതാചരണത്തോടുകൂടി ആചരിക്കണമെന്ന് ഞാനിത് അറിയിക്കുകയാണ്. പാമ്പാടി ശാഖാശ്രമ വാർഷികവും വരുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്നുപരിയായി നടത്തപ്പെടുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. മഹാഗോപുരത്തെ കാണുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആർത്തിയുണ്ടെന്ന് എനിക്കറിയാം. ഓരോ ദിവസവും അതിന്റെ മേന്മേറിയ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ശില്പികളായിട്ടുള്ളവരുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവർ ലീവ് വാങ്ങിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസമായി പണികളൊന്നും നടക്കുന്നില്ല. അതൊരു മുടക്കമല്ല, അവരുടെ അത്യാവശ്യത്തിന് അവരെ അങ്ങോട്ട് വിട്ടതാണ്. കർമ്മങ്ങൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബാഹ്യമായ കർമ്മങ്ങളാണ് ശില്പികൾ ചെയ്യുന്നത്. ആന്തരികമായ കർമ്മങ്ങൾ ദൈവവും ദൈവദൂതന്മാരും തന്റെ ആത്മപ്രഭയിൽ നിന്നുകൊണ്ട് നടത്തുകയാണ്. അങ്ങനെ ഒത്തുചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ സൃഷ്ടിച്ച വിശ്വകർമാവാണ് ഗോപുരം നിർമ്മിക്കുന്നത് എന്നുള്ള പരമസത്യം ആത്മലോകം അറിയുമാറാകട്ടെ. ലോകത്തെ സൃഷ്ടിച്ച വിശ്വകർമാവ് മഹാഗോപുരം നിർമ്മിക്കുന്നു എന്ന പരമസത്യം ആത്മലോകം അറിഞ്ഞ് വരുമാറാകട്ടെ. അത് അറിയുവാൻ ആത്മലോകത്തിന് അവസരമുണ്ടാകട്ടെ. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിൽ
കേൾക്കുമ്പോൾ, ദൈവത്തിലേക്ക് ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ, ഇപ്രകാരമുള്ള അവസരങ്ങളിൽ പോലും അതിന്റെ കീർത്തനങ്ങൾ പാടുന്നുവെന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്രകാരമുള്ള അവസരങ്ങളിൽ പോലും അതിന്റെ കീർത്തനങ്ങൾ പാടുന്നത് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട്. വളരെയേറെ സന്തോഷം തിരുമനസ്സിൽ തോന്നുന്നുണ്ട്. കാരണം ദൈവനിശ്ചയമാണ് നടക്കുന്നതെന്നുള്ള തീരുമാനമുള്ളവർക്ക് അങ്ങനെ നിസ്സങ്കോചം ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ദൈവ തീരുമാനമാണ് നടക്കുന്നതെന്നുള്ള ചിന്തയുള്ളവർക്ക് നിസ്സങ്കോചം അത് ചെയ്യുവാൻ പറ്റും. അല്ലെങ്കിൽ ഈ സമയത്താണോ ഇത് പാടുന്നതെന്ന് ചിന്തിച്ചു പോകും. അല്ലെങ്കിൽ ഈ സമയത്താണോ ഇത് പാടുന്നത്? അവർക്ക് അധികം അറിവില്ലാത്തത് കൊണ്ട് ദൈവശക്തി അവരിൽ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം അറിവില്ലാത്തതുകൊണ്ട് ദൈവശക്തി അവരിൽ കൂടി കൂടുതൽ അറിവുള്ളവരിലാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയിൽ. അറിവുള്ളവരിലാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിർവാഹമില്ലാതെ. എന്തുകൊണ്ട്? അവർക്ക് അറിവുണ്ടെന്ന ഭാവമേ ഉള്ളൂ, അറിവില്ല. അവർക്ക് അറിവുണ്ടെന്നുള്ള ഭാവമേ. എന്നാൽ വിദേശ മണ്ണിൽ സ്വന്തം ജീവിത മാർഗത്തിന് വേണ്ടി പോയി പാടുപെടുമ്പോൾ, കണ്ണുനീരോടെ നിന്ന് ഓരോന്ന് പ്രവർത്തിക്കുമ്പോൾ, അതിനിടയിൽ ഈ ആത്മീയ കർമ്മം അവർക്ക് കിട്ടിയപ്പോൾ അത് സ്വർഗവും സ്വർഗീയ കർമ്മമാണെന്ന് തിരിച്ചറിവിൽ കൂടി എന്റെ സന്താനങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു, അവരുടെ നടുവിൽ ഞാൻ എപ്പോഴും ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും ആ അനുഭവം ഉണ്ടാകുമാറാകും. എല്ലാ രാജ്യങ്ങളിലും ആനന്ദ നടനം ഉണ്ടാകുമാറാകും. ഇനി UAE-ൽ നമ്മുടെ സർവജ്ഞാനോത്സവം നടക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് 2 സന്യാസിമാരെയാണ് ഇപ്രാവശ്യം അങ്ങോട്ട് അയക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉത്രാടം ജന്മശതാബ്ദി ആഘോഷം, തപോശതാബ്ദി ആഘോഷം നടന്നപ്പോൾ നമ്മുടെ ഗീതാൻ സ്വാമി ആയിരുന്നു പോയത്. ഒരാളാണ് പോയത്. ഒരു കാലത്ത് എന്റെ സന്യാസിമാരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുമെന്ന് പറഞ്ഞ സമയത്ത് 2-3 സന്യാസിമാരെ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വലിയ കഴിവപ്രാപ്തി ഉള്ളവരായിരുന്നില്ല. ഇവിടെ നമുക്ക് സ്വന്തമായൊരു വാഹനം പോലും ഉണ്ടായിരുന്നില്ല. ഈ സ്ഥാപനം പോലും ഇത്രയും വിപുലമായിരുന്നില്ല. ആ കാലത്ത് പറഞ്ഞ ശബ്ദങ്ങളാണ് ഇപ്പോൾ ഇതാ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇതങ്ങ് വർദ്ധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹവും ജാതിമതങ്ങളൊക്കെ മറന്ന്, ഭേദബുദ്ധികളൊക്കെ മറന്ന്, രാജ്യവ്യത്യാസങ്ങൾ മറന്ന് ആത്മബോധം അങ്ങോട്ട് പ്രകാശിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുവാനാണ്. ഈ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അത് ദേഹബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടുവന്നാൽ അതിന് പ്രയോജനം ഉണ്ടാവുകയില്ല. അതിന് ആന്തരികമായ അറിവോടുകൂടി അത് നിർവഹിച്ചെങ്കിലേ അതിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുവാൻ എന്റെ സന്താനങ്ങൾക്ക് കരുത്തുണ്ടാകട്ടെ. ഉന്നതനാകുന്ന ദൈവം ഓരോ സന്താനങ്ങളും പ്രവർത്തിക്കട്ടെ. എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസവും 3-4 കുഞ്ഞുങ്ങൾ സത്യം സ്വീകരിച്ചു. അവർ സത്യത്തിൽ കൂടി ജീവിച്ച് ഈ ആദർശത്തിൽ കൂടി വളർന്ന് ആനന്ദത്തിൽ എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആനന്ദത്തിൽ എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കും. ആത്മനാഥൻ എന്നും പ്രത്യക്ഷമായി നിങ്ങൾക്ക് വേണ്ടി വാഴട്ടെ.